ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1698. ഇന്ന് ഓഗസ്റ്റ് മാസം 24-ാം തീയതി 237-ാമത്തെ ദിവസത്തിലെത്തി. വിളക്ക് കത്തിച്ചിട്ടുണ്ടല്ലോ എന്നാണ് നമ്മൾ പലരുടെയും യേശു സന്നിധിയിലെ അവകാശവാദം. അങ്ങ് വിളക്ക് കൊളുത്താൻ പറഞ്ഞു, ഞാൻ കൊളുത്തി. അത് എവിടെ കൊണ്ട് പിന്നീട് പ്രതിഷ്ഠിച്ചു എന്നതിന് എന്തുമാത്രം പ്രാധാന്യം നമ്മൾ കൽപ്പിക്കാറുണ്ട്. അത് പറയുടെ കീഴിൽ കൊണ്ടുവച്ചിട്ട് പിന്നെ ദൈവസന്നിധിയിൽ എന്താണ് സ്വയം ന്യായീകരിക്കുന്നത്? എല്ലാത്തിൻ്റെതായ ഒരു സ്ഥാനമുണ്ട്, സമയമുണ്ട്, പ്രാധാന്യമുണ്ട്. അത് തിരിച്ചറിയാനായിട്ട് കുറെ കൂടി വിവേകം നമുക്ക് ആവശ്യമാണെങ്കിൽ അത് നേടുകയല്ലേ അത്യാവശ്യം. ഓരോന്നിനും അവ അർഹിക്കുന്ന പ്രാധാന്യം നൽകണം. മാതാപിതാക്കളോട് കാര്യമായിട്ടൊന്നും മിണ്ടിയിട്ട് എത്ര കാലമായി? അവർക്കൊപ്പമൊക്കെ ഒന്ന് ഇരുന്നിട്ട്, നാട്ടുതടപ്പനുസരിച്ച് പറഞ്ഞാല് അവർ മുന്നമേ പോകേണ്ടവരാണെന്നുള്ള സാധാരണ വിചാരത്തിൽ നിന്ന് പറയാം, എത്ര നാളും ഒപ്പം ഉണ്ടാവും അവര്. പേടിപ്പിക്കുന്ന വിചാരം പങ്കിട്ടാല് അവർക്ക് മുമ്പേ നമുക്കും കടന്നു പോകാനായിട്ട് വഴികളൊക്കെ ഉണ്ട്. എത്ര കാലമുണ്ട് നമ്മളൊക്കെ ഒരുമിച്ച്? ജീവിത പങ്കാളിയുമായി ഒന്ന് കാര്യമായി മിണ്ടിപ്പറഞ്ഞ് ചിരിച്ചിട്ട് എത്ര കാലമായി? പ്രണയത്തിന്റെ പഴയ കാലത്തെ ആ വാതോരാത്ത വാക്കുകൾക്കൊക്കെ ഇപ്പം എങ്ങനെയാണ് ഇത്രത്തോളം ദാരിദ്ര്യവും ദൗർബല്യവും വന്നത്? ഓരോന്നിനും അവ അർഹിക്കുന്ന പ്രാധാന്യം നൽകണം. അതാണ് ഒന്നാം പാഠം. രണ്ടാം പാഠം അതിന്റെ മറുഭാഗമാണ്. ഓരോന്നിനും അവ അർഹിക്കുന്ന പ്രാധാന്യം മാത്രമേ നൽകാവുള്ളൂ. നമ്മളൊക്കെ പലതിനും ഏറെ പ്രാധാന്യം കൊടുക്കാറുണ്ട്. അവയ്ക്കും തിരുത്തലുകൾ ആവശ്യമാണ്. എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നതിൽ നിന്നാണ് എല്ലാവരുടെയും ആവശ്യങ്ങളുടെയും അനാവശ്യങ്ങളുടെയും ചുരുക്ക പട്ടികകൾ ഉടലെടുക്കരുത്. ഒരു ചുരുക്ക പട്ടികയൊക്കെ ഒന്ന് ഉണ്ടാക്കണം. ഏറ്റവും സ്വകാര്യതയിൽ കൊണ്ടു നടക്കുന്ന സ്മാർട്ട് ഫോണിനകത്ത് അങ്ങനെയൊക്കെ ഒന്ന് എഴുതിയിടാനുള്ള സ്പേസ് ഉണ്ട്. മറ്റാരും അത് കാണുന്നുമില്ല. എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? അതിൽ നിന്ന് വേണം ആവശ്യങ്ങളും അനാവശ്യങ്ങളും ആഡംബരങ്ങളും ധൂർത്തുകളും ആർത്തികളും അത്യാഗ്രഹങ്ങളും ഒക്കെ ഒന്ന് തരംതിരിച്ചെടുക്കാനായിട്ട് കുറച്ചു നേരം ഒന്ന് മെനക്കെടണം കേട്ടോ. ലക്ഷ്യങ്ങൾക്ക് തനിമയും തന്റേടവും മാത്രം പോരാ. പിന്നെ തന്നോടൊപ്പം ഉള്ളവരോട് കുറച്ചുകൂടി സഹാനുഭൂതി കൂട്ടിച്ചേർക്കണ്ടേ? ഒരു സഹാനുഭൂതിയോടുകൂടി വേണം. അതും ഒപ്പമുള്ള മനുഷ്യരോട് കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി വേണം. അവനവന്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകാനായിട്ട് അവരെയും കൂടി പരിഗണിച്ചിട്ട് വേണം വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഓടിത്തുടങ്ങാനായിട്ട്. നമ്മളിങ്ങനെ അപ്രധാനമെന്ന് കരുതി പലതിനെ അവഗണിക്കുന്നുണ്ട്. വിളക്ക് കൊളുത്തിയത് കൊണ്ട് മാത്രം വെളിച്ചം കിട്ടണമെന്നില്ല. അത് വിളക്ക് തണ്ടിന്മേലത്ര എടുത്തു വെക്കേണ്ടത്. ആമേൻ.